പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളിലുമൊക്കെയുമായിരുന്ന ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വലിയൊരു നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്ത് ദൈവത്തിൻ്റെ ചിന്തയ്ക്ക് വേണ്ടി ഒരു ദൈവത്തിൻ്റെ ഭാഗം വായിക്കുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 53-ാം അധ്യായം എൻ്റെ 7-ാമത്തെ വാക്യം. തന്നെത്താൻ താഴ്ത്തി വായെ തുറക്കാതെ ഇരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതെ ഇരിക്കുന്ന ആടിനെ പോലെയും അവൻ വായെ തുറക്കാതിരുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്താണ് നാം വായിച്ചു കേട്ടത്. കാലാകാലങ്ങളായിട്ട് ഈ തിരുവെഴുത്ത് നമ്മൾ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന ഭാഗമാണ്. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഈ ലോകത്തിലെ ജീവിതവും തൻ്റെ ശുശ്രൂഷയും തൻ്റെ മരണത്തെക്കുറിച്ചും ഈ ഭാഗത്ത് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രവാചകൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയുടെ ബന്ധത്തിൽ പൂർത്തീകരിച്ചതായിട്ട് നിവൃത്തിയായതായിട്ട് പുതിയ നിയമത്തിൽ വായിക്കാൻ കഴിയും. അതുകൊണ്ട് ഈ തിരുവെഴുത്ത് ആർക്കും നിഷേധിക്കാൻ കഴിയാത്തതാണ്. ഹല്ലേലൂയ. ഇത് വായിക്കുകയും പഠിക്കുകയും ഗ്രഹിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നതോറും ഒരു മനുഷ്യൻ്റെ ആത്മീയ ജീവിതത്തിനകത്ത് അഭിവൃദ്ധി അല്ലെങ്കിൽ അവൻ പുരോഗതിയിലേക്ക് ആത്മീയ വളർച്ചയിലേക്ക് വരും. ഹല്ലേലൂയ. അതേപോലെ നമ്മൾ ഇന്ന് ഈ ദൈവവചനം വായിച്ച് ധ്യാനിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് മധ്യപ്രദേശിന് വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് നമ്മൾ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളെ ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇന്ന് പകൽ നമ്മൾ മധ്യപ്രദേശിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിലൂടെ നിറവേറിയ ദൈവിക സാന്നിധ്യം, ഹല്ലേലൂയ, സകല ജനത്തിനും ലഭ്യമായ ആ രക്ഷയും ആ സന്തോഷവും മധ്യപ്രദേശിലെ ജനത്തിന്മേലും വരിക എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. മധ്യപ്രദേശിനെ കുറിച്ച് നമ്മൾ അവസാനം ഒരു വിവരണത്തോടു കൂടി ആ സംസ്ഥാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കും. പ്രാരംഭമായിട്ട് നമ്മൾ അല്പം ദൈവത്തിനെ ചിന്തിക്കുമ്പോൾ, ഹല്ലേലൂയ, ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന സ്തോത്രം. ഹല്ലേലൂയ. തന്നെത്താൻ താഴ്ത്തി വായെ തുറക്കാതിരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ആടിനെ കൊല്ലുവാൻ കൊണ്ടുപോകുമ്പോൾ യാതൊരു കരുണയുമില്ലാതെ അതിനെ വലിച്ചിഴച്ച് കൊണ്ടുപോകുന്നത് പോലെയാണ് കർത്താവായ യേശുക്രിസ്തുവിനെയും ഇവർ ചെയ്തത്. ഹല്ലേലൂയ. ആടിനോട് കരുണ കാണിക്കാത്തതുപോലെ തന്നെ യേശുക്രിസ്തുവിനോടും അവർ യാതൊരു കരുണയും കാണിക്കാതെ യേശുക്രിസ്തുവിനെയും ഗെത്സമന മുതൽ ആ ഗോൽഗോഥ വരെ ആടിനെ വലിച്ചുകൊണ്ട് ഇഴച്ചുകൊണ്ട് പോകുന്ന പോലെ യേശുവിനെയും അവർ മാരകമായി പീഡിപ്പിച്ചു, ഉപദ്രവിച്ചു, നിന്ദിച്ചു, അപമാനിച്ചു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അലറി കരയേണ്ടിയ സ്ഥാനത്ത് യേശുക്രിസ്തുവിനെ ക്രൂശിക്കുവാൻ കൊണ്ടുപോകുമ്പോൾ അലറി വിളിച്ച് കരയേണ്ടിയ സ്ഥാനത്ത് യേശുക്രിസ്തു അവിടെ മൗനം പാലിച്ചു എന്നുള്ളതാണ് നാം വായിച്ച ദൈവത്തിൽ വായിക്കുന്നത്. സ്തോത്രം. അത് എന്തിനു വേണ്ടിയിട്ടാണ് യേശുക്രിസ്തു ഈ കഷ്ടതകൾ മുഴുവൻ സഹിച്ചത്, ഈ കഷ്ടത മുഴുവൻ വഹിച്ചത് എന്ന് നാം ചിന്തിക്കുമ്പോൾ, ഹല്ലേലൂയ, എനിക്ക് നിങ്ങൾക്കും സ്വയമായിട്ട് നമ്മുടെ മനസ്സിൽ പറയുവാൻ കഴിയണം. ഹല്ലേലൂയ. പിതാവായി ദൈവം തൻ്റെ പുത്രനായിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ച് യേശുക്രിസ്തു ഈ കഷ്ടം മുഴുവൻ സഹിച്ചത് മനുഷ്യൻ്റെ പാപങ്ങൾക്ക് പരിഹാരം, അത് വ്യക്തിപരമായി ഞാൻ നിങ്ങൾ ചിന്തിക്കും നമ്മുടെ പാപത്തിനായിരുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതേപോലെ ഇവിടെ ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിക്കുമ്പം പ്രവാചകൻ പറഞ്ഞത് അതുപോലെ തന്നെ പൂർത്തീകരിക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ ജനനത്തിന് 700 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ പറഞ്ഞ ഒരു വാക്കുപോലും തെറ്റാതെ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ നിറവേറിയ ആ ഒരു സംഭവമാണ് ആ യേശുവിൻ്റെ ക്രൂശുമരണം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ യേശുവിൻ്റെ ക്രൂശുമരണം നാം വായിക്കുകയും ധ്യാനിക്കുകയും പഠിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യും തോറും അല്ലെങ്കിൽ അത് നമ്മെ ആത്മീയ അനുഭവത്തിലേക്കും ആത്മീയ അനുഗ്രഹത്തിലേക്കുമാണ് നമ്മെ കൊണ്ടുവരുന്നത്. സ്തോത്രം. രക്തം ചെയ്യും. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നിങ്ങൾ ദൈവത്തിൻ്റെ വചനം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് മറ്റ് ദോഷങ്ങളൊന്നും വരാനില്ല. നിങ്ങൾ എത്രമാത്രം ദൈവത്തിൻ്റെ വചനം വായിക്കുന്നോ അത്രമാത്രം നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. കാരണം യേശു ലോക രക്ഷിതാവാണ്, സകല മനുഷ്യൻ്റെ വീണ്ടെടുപ്പുകാരനാണ്, സകല ജനത്തിൻ്റെ പാപങ്ങളെ വഹിച്ചവനാണ്, നമുക്ക് വേണ്ടി മരിച്ചവനാണ്. ഹല്ലേലൂയ. മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും പിതാവിൻ്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുന്നവൻ. ഹല്ലേലൂയ. തൻ്റെ മണവാട്ടി സഭയെ ചേർക്കുവാൻ മധ്യാകാശത്തിൽ വരുന്ന കർത്താവിനെ എതിരേൽപ്പാൻ ഞാനും നിങ്ങളിവിടെ ഒരുങ്ങി നിൽക്കുമ്പോൾ, സ്തോത്രം. ഹല്ലേലൂയ. ഓരോ ദിവസവും നാം ദൈവത്തിൻ്റെ വചനം വായിച്ച് ധ്യാനിച്ച് യേശുക്രിസ്തുവിൻ്റെ ക്രൂശിനോട് നമ്മൾ ചേർന്ന് നടക്കണം. രക്തം ചെയ്യും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്.
ദൈവത്തിൻ്റെ വചനം അങ്ങനെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇവിടെ ദൈവത്തിൻ്റെ വചനം ക്രിസ്തുവിൻ്റെ ക്രൂശീകരണ സമയത്ത് യേശു ക്രിസ്തുവിനുണ്ടായിരുന്ന ശാന്തതയും സൗമ്യതയും ആ മൗനതയും നമുക്ക് കാണുവാൻ കഴിയണം. അല്ലെങ്കിൽ സ്തോത്രം, സ്തോത്രം. അല്ലെങ്കിൽ യേശു ക്രിസ്തു അല്ലെങ്കിൽ കാണുന്നത് തൻ്റെ ന്യായങ്ങളൊന്നും പറയുവാൻ തുനിയാതെ, തൻ്റെ ന്യായങ്ങളൊന്നും താൻ അവതരിപ്പിക്കാതെ താൻ അവിടെ വായി തുറക്കാതിരിക്കുകയാണ്. പ്രൈസലോട്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത്ര അങ്ങനെയല്ല. അല്ലേലൂയ. മനുഷ്യൻ്റെ ജീവിതത്തിലാണ് ഇങ്ങനെയൊരു സംഭവം വരുന്നെങ്കിൽ സ്തോത്രം. അല്ലേലൂയ. മനുഷ്യൻ തങ്ങളുടെ ന്യായവാദങ്ങൾ പറഞ്ഞ് അതിനകത്തുനിന്ന് ഒഴിയുവാൻ, അതിനകത്തുനിന്ന് രക്ഷപ്പെടുവാൻ പല തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ഒരുപക്ഷെ മനുഷ്യൻ ചെയ്തേക്കാം. പക്ഷേ യേശു എന്താണ് ഇവിടെ ചെയ്തത്? സ്തോത്രം. തന്നെ താൻ താഴ്ത്തി വായി തുറക്കാതിരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു. അല്ലേലൂയ. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിലെ സൗമ്യതയും താഴ്മയും ഞാനും നിങ്ങളും ജീവിതത്തിൽ പ്രായോഗികമാക്കി മാറ്റണം. അല്ലേലൂയ. രക്തം ചെയ്യാം. അല്ലേലൂയ. ഇവിടെ യേശുവിൻ്റെ ക്രൂശി മരണത്തോട് അനുബന്ധമായിട്ടാണ് യേശു വായെ തുറക്കാതിരിക്കുന്നത്, മൗനമായിരിക്കുന്നത്. അല്ലേലൂയ. അതുകൊണ്ട് തന്നെയാണ് പ്രിയരെ യേശു തൻ്റെ ശുശ്രൂഷ സമയത്തും പറഞ്ഞു, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിനെന്ന് മത്തായിയുടെ സുവിശേഷം 11:28 നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇവിടെ യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന സൗമ്യത എല്ലാ കാലഘട്ടത്തിലുമുള്ള സകല ഭക്തന്മാരുടെയും ജീവിതത്തിൽ വേണമെന്നാണ് ഹല്ലേലൂയ ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്ന മഹാത്മാഗാന്ധി പോലും യേശു ക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണങ്ങൾ വായിക്കുകയും യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന സൗമ്യതയെക്കുറിച്ചും താഴ്മയെക്കുറിച്ചും തൻ്റെ പുസ്തകങ്ങളിൽ തൻ്റെ ജീവചരിത്രങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ. നമ്മത് കേൾക്കാറുണ്ട്, അനവധി പ്രസംഗങ്ങൾക്കകത്ത് നമ്മൾ കേൾക്കാറുണ്ട്. അങ്ങനെ നമ്മുടെ ഭാരതത്തിൻ്റെ രാഷ്ട്രപിതാവായിരിക്കുന്ന മഹാത്മാഗാന്ധി പോലും യേശു ക്രിസ്തുവിനുണ്ടായിരുന്ന സൗമ്യതയെക്കുറിച്ച് പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ സൗമ്യതയും താഴ്മയും നാം തിരിച്ചറിയുവാൻ കഴിയണം. ഹല്ലേലൂയ. എല്ലാ സ്ഥലങ്ങളിലും നമ്മുടെ ന്യായവാദങ്ങളെ ഉന്നയിച്ച് അവിടെ കലഹങ്ങൾ സൃഷ്ടിക്കാതെ യേശു ക്രിസ്തു അവിടെ വായെ തുറക്കാതിരുന്നതുപോലെ ചില സാഹചര്യങ്ങളിൽ നിങ്ങൾ വായെ തുറക്കാതെ തന്നെ ഇരിക്കണം. രക്തം ചെയ്യാം. ഹല്ലേലൂയ. നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിലേക്ക് മടങ്ങി വരുവാൻ കഴിയണം. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ വചനം വായിക്കുന്ന ഹല്ലേലൂയ, രോമം കത്തിരിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെയും എന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ ദൈവത്തിൻ്റെ വചനം വായിക്കുന്നത് നമുക്കവിടെ കാണാൻ കഴിയും. ആടുകളെ രോമം കത്തിരിക്കുന്നത് ആടുകൾക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമായതുകൊണ്ടാണ് അത് ശാന്തമായി മൗനമായി ഇരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് പറയുന്നത്, ആടുകളുടെ രോമം കത്തിരിക്കുന്ന ആടുകൾക്ക് ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ ആ സാഹചര്യത്തിൽ നമ്മൾ ചിന്തിച്ച് നോക്കിയാലും, ഏത് സാഹചര്യത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയാലും യേശു ക്രിസ്തു മൗനമായിരുന്നു എന്നുള്ളതാണ്. ഹല്ലേലൂയ. അപ്പോൾ അവിടെ നമുക്ക് ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, സ്തോത്രം. യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ലഭ്യമായ ദൈവികമായ സമാധാനം ഹല്ലേലൂയ നാം പഠിക്കണം. അപ്പോൾ വചനം വായിക്കുന്നത് യെശയ്യാവിൻ്റെ പുസ്തകം 53-ാം വാക്യം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് അവനും മഹാന്മാരോടുകൂടെ ഓഹരി കൊടുക്കും, ബലവാന്മാരോടുകൂടെ അവൻ കൊള്ള പങ്കിടും, അവൻ തൻ്റെ പ്രാണനെ മരണത്തിന് ഒഴുക്കിക്കളയും, അനേകരുടെ പാപം വഹിച്ചും അതിക്രമക്കാർക്ക് വേണ്ടി ഇടനിന്നും കൊണ്ട്. അപ്പം ദൈവം നമ്മുടെ പാപങ്ങളെ വഹിച്ചു എന്നുള്ളതാണ്, സ്തോത്രം. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിലൂടെ മാനവകുലത്തിൻ്റെ പാപം മുഴുവൻ യേശു ക്രൂശിൽ ഏറ്റെടുക്കുകയാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നിങ്ങളുടെ പാപത്തിൻ്റെ പരിഹാരം വരുത്താൻ, പാപത്തിന് ശുദ്ധി വരുത്തി പാപത്തിന് നിങ്ങൾക്ക് സ്വതന്ത്രമാകുവാൻ മനുഷ്യൻ്റെ സ്വന്തം പ്രയത്നങ്ങൾ കൊണ്ടും മനുഷ്യൻ്റെ യാതൊരു പ്രവൃത്തി കൊണ്ടും കഴിയുന്നത് വേദപുസ്തകം മുന്നമേ തന്നെ രേഖപ്പെടുത്തുകയാണ്. മനുഷ്യൻ്റെ പാപങ്ങൾക്ക് പരിഹാരം യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലേക്ക് മടങ്ങി വരിക. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലേക്ക് മടങ്ങി വന്ന് തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയുമ്പോൾ, ഹല്ലേലൂയ, കർത്താവായ യേശു ക്രിസ്തുവിൽ നമുക്ക് പാപക്ഷമ ലഭിക്കുകയാണ് ചെയ്യുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ യേശു ക്രിസ്തു എന്ത് ചെയ്തു? ഹല്ലേലൂയ, നമ്മുടെ പാപങ്ങളെ ചുമന്നു എന്ന് നമുക്കവിടെ വായിക്കാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അതേ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ കാണുന്നുണ്ട്, സ്തോത്രം. ഹല്ലേലൂയ, അവൻ നമ്മുടെ വേദനകളെ ഹല്ലേലൂയ ചുമന്നു എന്ന് കാണാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യെശയ്യാവിൻ്റെ പുസ്തകം 53-ാം അധ്യായം 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്, സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. ഹല്ലേലൂയ. നാമവും ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. ഹല്ലേലൂയ. ഈ തിരുവെഴുത്ത് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, സ്തോത്രം. ഹല്ലേലൂയ, ഈ വാക്യത്തിൻ്റെ വെളിച്ചത്തിൽ ക്രിസ്തു യേശു ക്രിസ്തുവിൻ്റെ കാൽവരി ക്രൂശിൽ മരണത്തോടുകൂടി മനുഷ്യൻ്റെ പാപങ്ങളെയും രോഗങ്ങളെയും വഹിച്ചതായി ചിലരൊക്കെ വിചാരിക്കുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിൻ്റെ വചനം വായിക്കുന്ന കാണുന്നുണ്ട്, യേശു ക്രിസ്തു ക്രൂശിൽ നമ്മുടെ വേദനകളെ ചുമന്നു എന്നാണ്.
ഹല്ലേലൂയ. യേശു നമ്മുടെ വേദനകളെ ചുമന്നു. അപ്പം ഒന്ന്, നമ്മുടെ പാപങ്ങളെ അവൻ ചുമന്നു. രണ്ട്, അവൻ നമ്മുടെ വേദനകളെ ചുമന്നു. അപ്പോൾ അവിടെ കാണും, നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു എന്ന് പറയുമ്പോൾ സ്തോത്രം, ഹല്ലേലൂയ. ആ ദൈവത്തിന് വായുവാകുന്ന യേശുക്രിസ്തു യേശുക്രിസ്തു രോഗികളെ സൗഖ്യമാക്കി കഴിഞ്ഞപ്പോൾ ആ തിരുവെഴുത്തോടെ പൂർത്തീകരിച്ചുവെന്ന് സ്തോത്രം. അമ്മ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവിടെ നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: അവൻ നമ്മുടെ ബലഹീനതകളെ എടുത്ത് വ്യാധികളെ ചുമന്നു എന്ന് യെശയ്യാ പ്രവാചകൻ പറഞ്ഞത് നിവൃത്തിയാകുവാൻ തന്നെ. ഹല്ലേലൂയ, സ്തോത്രം. അതേപോലെ ദൈവത്തിന് വചനം വായിക്കുമ്പോൾ യേശു നമ്മുടെ രോഗങ്ങളെ വഹിച്ചു എന്ന് പറയുമ്പോൾ യേശുവും ശിഷ്യന്മാരും കൂടെ പത്രോസിന്റെ അമ്മായിയമ്മയുടെ വീട്ടിൽ ചെല്ലുന്നത്, ഹല്ലേലൂയ, മത്തായി സുവിശേഷം 8-ാം അധ്യായം 14-15 വാക്യങ്ങൾ രേഖപ്പെടുത്തുകയാണ്. അവിടെ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: യേശു പത്രോസിന്റെ വീട്ടിൽ വന്നപ്പോൾ അവൻ്റെ അമ്മായിയമ്മ പനി പിടിച്ച് കിടക്കുന്നത് കണ്ടു. അവൻ അവളുടെ കൈ തൊട്ടു, പനി അവളെ വിട്ടു, അവൾ എഴുന്നേറ്റു, അവർക്ക് ശുശ്രൂഷ ചെയ്തു എന്ന് ആ ഭാഗത്ത് ദൈവതലത്തിൽ വായിക്കാൻ കഴിയും. ഹല്ലേലൂയ. താഴോട്ട് വായിച്ചുവെന്ന് വൈകുന്നേരം ആയപ്പോൾ പല ഭൂതഗ്രസ്തരെയും അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ വാക്കുകൊണ്ട് ദുരാത്മാക്കളെ പുറത്താക്കി സകല ദീനക്കാർക്കും സൗഖ്യം വരുത്തി. അവൻ നമ്മുടെ ബലഹീനതകളെ എടുത്ത് വ്യാധികളെ ചുമന്നു എന്ന് യെശയ്യാ പ്രവാചകൻ പറഞ്ഞ വാക്കിന്, പ്രവചനത്തിന്, യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയിൽ, ഹല്ലേലൂയ, യേശുക്രിസ്തു തന്റെ ശുശ്രൂഷ രോഗികൾക്ക് സൗഖ്യം കൊടുക്കുമ്പോൾ ആ പ്രവചനം പൂർത്തീകരിച്ചു എന്നുള്ളതാണ്. സ്തോത്രം, ഹല്ലേലൂയ. അപ്പം യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷ സമയത്ത് തന്നെ, ഹല്ലേലൂയ, നമ്മുടെ രോഗങ്ങൾക്ക് സൗഖ്യം തന്നതിനോട് കൂടി, രോഗികളെ സൗഖ്യമാക്കുന്നതിനോട് കൂടി ഹല്ലേലൂയ, പ്രവചനം പൂർത്തീകരിക്കുകയാണ്. ഹല്ലേലൂയ. ഇവിടെ കാണുന്നത് സ്തോത്രം, യേശുവിൻ്റെ ക്രൂശ് മരണത്തിൽ നമ്മുടെ പാപങ്ങളെ വഹിച്ചു. ഹല്ലേലൂയ. നമ്മുടെ വേദനകളെ ചുമന്നു. യേശുവിൻ്റെ ശുശ്രൂഷ സമയത്ത് നമ്മുടെ രോഗങ്ങൾക്ക് സൗഖ്യം തന്നു. ഹല്ലേലൂയ. അതേപോലെ നിങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരുമ്പോൾ, നിങ്ങൾ യേശുക്രിസ്തുവിലേക്ക് മടങ്ങി വരുമ്പോൾ നിങ്ങൾക്ക് ലഭ്യമാകുന്ന ചില അനുഗ്രഹങ്ങളാണ് പറയുന്നത്. ഒന്ന്, നിങ്ങളുടെ, ഹല്ലേലൂയ, പാപങ്ങളെ അവൻ ചുമക്കുന്നു. ഹല്ലേലൂയ. രണ്ട്, അവൻ നിങ്ങളുടെ രോഗങ്ങളെ യേശു ശുശ്രൂഷയിൽ സൗഖ്യമാക്കിയത് നിങ്ങളുടെ രോഗങ്ങളെ അവൻ സൗഖ്യമാക്കുന്നു. മൂന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ വേദനകളെ അവൻ ചുമക്കുകയാണ്. ഹല്ലേലൂയ. അപ്പം ദൈവം നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു എന്ന്. അതേപോലെ നമ്മുടെ ചിന്താഗതികളും നമ്മുടെ പ്രവൃത്തികൾ പോലെ അല്ല യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയും യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനങ്ങളും. ഹല്ലേലൂയ. ഇന്ന് പകൽ ആരെല്ലാം ദൈവത്തിൻ്റെ വചനത്തിലേക്ക് വരുന്നു, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നു, അവർക്കാണ് ദൈവികമായ സമാധാനം ലഭിക്കുക എന്ന് പറയുന്നത്. അപ്പം ദൈവത്തിൻ്റെ വചനം പറയാം, അവൻ നമ്മുടെ വേദനകളെ ചുമന്നു. ഹല്ലേലൂയ. നമ്മുടെ വ്യാധികളെ അവൻ സൗഖ്യമാക്കിയെന്ന് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സ്തോത്രം. അപ്പം ഇവിടെ വീണ്ടും ദൈവത്തിൻ്റെ വചനം വായിക്കും കാണുന്നുണ്ട്. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങളെ നിമിത്തം മുറിവേറ്റും നമ്മുടെ അതിക്രമ നിമിത്തം തകർന്നുമിരിക്കുന്നുവെന്ന് ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ കാണുന്നൊരു സ്തോത്രം. ഹല്ലേലൂയ. ഈ ഭാഗങ്ങളിലെല്ലാം നാം വായിക്കുമ്പോൾ സ്തോത്രം, ഹല്ലേലൂയ, യേശുക്രിസ്തുവിലൂടെ നമുക്ക് പൂർത്തീകരിക്കപ്പെട്ട യേശുക്രിസ്തു നമുക്ക് ലഭിച്ച ദൈവികമായ സമാധാനവും സന്തോഷവും ഞാനും നിങ്ങളും അനുദിന ജീവിതത്തിൽ അനുഭവിച്ചറിയുക തന്നെ ചെയ്യണം. ഹല്ലേലൂയ, സ്തോത്രം. അപ്പം നമ്മുടെ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് വരുമ്പോഴാണ് പ്രിയരെ ആ ഭാഗങ്ങൾ നമുക്ക് കാണാൻ. അത് നമ്മുടെ ശാപങ്ങളെ ചുമന്നു വന്ന് ഗലാത്യ ലേഖനം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഗലാത്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് സ്തോത്രം, ഹല്ലേലൂയ, 3-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിലേക്ക്, മരത്തിന്മേൽ തൂങ്ങുന്നവൻ എല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്ന പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിൻ്റെ ശാപം നമ്മെ വിലയ്ക്ക് വാങ്ങി. ഹല്ലേലൂയ. അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് ആത്മാവെന്ന വാഗ്ദാനം നാം വിശ്വാസത്താൽ പ്രാപിക്കേണ്ടതിനെ. അപ്പോൾ നമ്മുടെ ശാപങ്ങളെയും യേശു ക്രിസ്തു ഹല്ലേലൂയ വഹിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിനകത്ത് അവന് സ്വാതന്ത്ര്യം വരത്തക്ക വിധത്തിലുള്ള സകലവിധ ഹല്ലേലൂയ ദൈവികമായ അനുഗ്രഹം തൻ്റെ ക്രൂശ് മരണത്തിലൂടെ ലഭിക്കുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ വചനം പറയുന്നത് എന്താണ്? ഹല്ലേലൂയ. അവൻ നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി. അതായത് മനുഷ്യൻ്റെ ജീവിതത്തിലുള്ള സമാധാനത്തിലുള്ള ശിക്ഷ
ശുശ്രൂഷയും യേശു ഏറ്റെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ എത്ര കാര്യങ്ങളാണ്. അവൻ നമ്മുടെ പാപങ്ങളെ ഹല്ലേലൂയ വഹിച്ചു. ഹല്ലേലൂയ. അവൻ നമ്മുടെ വേദനകളെ ചുമന്നു. അവൻ നമ്മുടെ രോഗങ്ങളെ വഹിച്ചു. അവൻ നമ്മുടെ അകത്യങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേൽ ആയി. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഹല്ലേലൂയ. അതേപോലെ ഞാൻ നിങ്ങളും ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിക്കുകയും ദൈവവചനത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുമ്പോഴാണ് ദൈവികമായ സന്തോഷം, ദൈവികമായ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത്. യെശയ്യാ പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന തിരുവെഴുത്തുകൾക്കൊന്നും മാറ്റമില്ലാതെ അതെല്ലാ കാലഘട്ടത്തിലും നിറവേറുകയാണ്. വിശ്വസിക്കുന്ന സകല ഭക്തന്മാരുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ വചനം അത്ഭുതങ്ങളെ ചെയ്യുക തന്നെ ചെയ്യും. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ഇന്ന് പറഞ്ഞ് നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിലേക്ക് മടങ്ങി വരുവാൻ കഴിയട്ടെ. അത് ലോകത്തിൽ മനുഷ്യൻ കഷ്ടതകളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ദുഃഖങ്ങളും കണ്ണുനീരുകളും അനുഭവിക്കുമ്പോൾ പാപത്തിൽ നിന്ന് മോചനമില്ലാതെ പാപത്തിൽ രക്ഷപ്പെടാൻ കഴിയാതെ മനുഷ്യൻ വീർപ്പും മുട്ടി മനുഷ്യൻ തകർന്നുകൊണ്ടിരിക്കുമ്പോൾ പാപത്തിൻ്റെ പരിഹാരമായി യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിൽ താങ്കൾ വിശ്വസിക്കുന്നെങ്കിൽ ഹല്ലേലൂയ, എന്നെ കേൾക്കുന്ന മാതാവി പിതാവി സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങളുടെ പാപത്തിന് പരിഹാരം നിങ്ങൾക്ക് സമാധാനം നൽകുവാൻ യേശുക്രിസ്തുവിന് കഴിയും. ഹല്ലേലൂയ. അത് ലോകം തരുന്ന സമാധാനമല്ല ഇവിടെ ദൈവം തരുന്നത്. യേശുക്രിസ്തു തരുന്ന സമാധാനം നിങ്ങളുടെ ജീവിതത്തിൽ എന്നേക്കും നിലനിൽക്കുന്നതാണ്. ഹല്ലേലൂയ. ലോകത്തിന് നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കുവാൻ കഴിയത്തില്ല. ലോകത്തിന് നിങ്ങളുടെ പാപങ്ങളെ നീക്കുവാൻ കഴിയത്തില്ല. പാപത്തിന് പരിഹാരം യേശുക്രിസ്തുവിലൂടെ മാത്രമാണ്. ലോകത്തിന് നമ്മുടെ രോഗങ്ങളെ സൗഖ്യമാക്കാൻ ഒരു പരിധിവരെ കഴിയുള്ളൂ. എന്നാൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരുടെ രോഗത്തെ പൂർണ്ണമായി മാറ്റിത്തരുവാൻ യേശുക്രിസ്തു വിശ്വസ്തനാണ്. ഹല്ലേലൂയ. അതേപടി നമുക്ക് ആ ദൈവത്തിലേക്ക് തന്നെ മടങ്ങി വരുവാൻ കഴിയണം. ഓരോ ദിനങ്ങളും നാം കർത്താവായ യേശുക്രിസ്തുവിന്റെ വചനം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് അല്ലെങ്കിൽ ദൈവിക സാന്നിധ്യം വെളിപ്പെടുത്തുക ചെയ്യണം. ഹല്ലേലൂയ, സ്തോത്രം. എന്നെ കേൾക്കുന്ന മാതാവി പിതാവി സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ കണ്ണുനീരിന്റെ നടുവിലൂടെ താങ്കൾ യാത്ര ചെയ്യുന്ന വ്യക്തിയാണോ? ഹല്ലേലൂയ. ജീവിതം മടുത്ത അനുഭവത്തിലൂടെയാണോ, സങ്കടത്തിന്റെ അനുഭവത്തിലൂടെയാണ് യാത്ര ചെയ്യുന്നത്? എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നത് നിങ്ങളുടെ ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകുവാൻ ഹല്ലേലൂയ യേശുക്രിസ്തുവിന് കഴിയുമെന്നാണ് തിരുവെഴുത്ത് രേഖപ്പെടുത്തുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. മരണകരമായ അനുഭവത്തിലൂടെ കടന്നുപോയാലും ഹല്ലേലൂയ, മരണം നിങ്ങളുടെ മുമ്പിൽ വന്നു നിന്നാലും, മരണം നിങ്ങളെ നിങ്ങളെ തകർക്കുമെന്ന് പറഞ്ഞാലും ഹല്ലേലൂയ, നിങ്ങൾ ഭയപ്പെടാതെ യേശുവിൽ വിശ്വസിക്കുന്നെങ്കിൽ രക്തം ചെയ്യാം. ഹല്ലേലൂയ. നിങ്ങളുടെ ഏത് സാഹചര്യത്തിൻ്റെ നടുവിലും നിങ്ങൾ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ ദൈവം വിശ്വസ്തനാണ്. നമ്മൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. ഒരു മനുഷ്യൻ്റെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ ഒരുവൻ മരിച്ചു എന്ന് പറയുന്നത് അതേപോലെ യേശുക്രിസ്തു മാത്രമാണ്. ഹല്ലേലൂയ. യേശുക്രിസ്തുവിലൂടെ മാത്രമാണ് ഒരു മനുഷ്യൻ്റെ പാപമോചനം എന്ന് പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അത് ഇന്ന് പകൽ നിങ്ങൾ ദൈവത്തിൻ്റെ വചനം കേൾക്കുകയും വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നവരാണ്. ദൈവത്തിൻ്റെ വചനം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്നവരാണ്. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന സങ്കടത്തിൻ്റെ അനുഭവങ്ങളെ ഹല്ലേലൂയ അതിനെ മാറ്റിയെടുക്കുവാൻ കഴിയാത്ത വിധത്തിൽ വീണ്ടും നിങ്ങളെ ജീവിതത്തെ തകർത്ത് കളയുന്ന ചില അനുഭവങ്ങൾ, പലപ്പോഴും നിങ്ങളെ ക്ഷീണിപ്പിക്കുന്ന ചില അനുഭവങ്ങൾ ഹല്ലേലൂയ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ സ്തോത്രം ഹല്ലേലൂയ അതിൻ്റെ നടുവിൽ തകർന്നു പോകാതെ നിങ്ങൾ യേശുക്രിസ്തുവിന്റെ പാദപീഠത്തിലേക്ക് മടങ്ങി വന്ന ഹല്ലേലൂയ നിങ്ങളുടെ സകല കുറവുകളും നിങ്ങൾ ദൈവത്തോട് ഏറ്റുപറയുന്നെങ്കിൽ, യേശുക്രിസ്തുവിനോട് ഏറ്റുപറയുന്നെങ്കിൽ യേശുക്രിസ്തുവിലൂടെ നിങ്ങൾക്കൊരു പരിഹാരം ലഭ്യമാണ്. ഹല്ലേലൂയ. അപ്പം നമുക്ക് വേണ്ടുന്ന സമാധാനം തരാൻ യേശുവിനെ കഴിയുള്ളൂ. നമുക്ക് വേണ്ടുന്ന സ്വാതന്ത്ര്യങ്ങൾ തരാൻ യേശുവിനെ കഴിയുള്ളൂ. നമ്മുടെ പാപത്തെ നീക്കുവാൻ യേശുവിനെ കഴിയുള്ളൂ. ഹല്ലേലൂയ. നമ്മുടെ ശാപങ്ങളെ നീക്കുവാൻ യേശുവിനാണ് കഴിയുന്നത്. സ്തോത്രം. നമ്മുടെ രോഗത്തെ സൗഖ്യമാക്കുവാനും യേശുവിനാണ് കഴിയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയരെ, ഇന്ന് പകൽ നമ്മൾ ആ ദൈവത്തിലേക്ക് മടങ്ങി വരട്ടെ. യേശു ഭൂമിയിലായിരുന്നപ്പോൾ തൻ്റെ അരിക്കൽ കടന്നു രക്തസ്രാവക്കാരി സ്ത്രീക്ക് സൗഖ്യം കൊടുക്കുന്നത് കാണാൻ കഴിയും. ഹല്ലേലൂയ. സ്തോത്രം. കുരുടന് കാഴ്ച കൊടുത്തതും ചികിത്സ കേൾവി കൊടുത്തതും മുടന്തനെ നടക്കുമാറാക്കിയതും കുഷ്ഠരോഗിക്ക് സൗഖ്യം കൊടുത്തതും ഹല്ലേലൂയ കുളക്കരയിൽ കിടന്ന മനുഷ്യന്റെ സൗഖ്യം ഹല്ലേലൂയ എല്ലാം നാം തിരുവെഴുത്തിൽ വായിക്കുമ്പോൾ ഹല്ലേലൂയ യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്ന ആ വലിയ സൗഖ്യത്തെ നാം തിരിച്ചറിയണം. അതുകൊണ്ടാണ് ഹല്ലേലൂയ ദൈവത്തിന്റെ വചനം ഇത്രമാത്രം ശക്തമായി രേഖപ്പെടുത്തുന്നത്. സ്തോത്രം. എന്നെ കേൾക്കുന്ന മാതാവി പിതാവി, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു പോകുന്ന ഏതാണ് സാഹചര്യം, ഏതാണ് നിങ്ങൾ കടന്നു പോകുന്ന പ്രതിസന്ധികൾ, അതിനെ നിങ്ങൾക്ക് സ്വയം തരണം ചെയ്യുവാൻ
ജീവിക്കുവാൻ കഴിയാതെ വരുമ്പോൾ ഹല്ലേലൂയ നിങ്ങൾ യേശുവിൻ്റെ ക്രൂശിലേക്ക് മടങ്ങി വാ. നിങ്ങളുടെ കുറവുകളെ നിങ്ങൾ യേശു ക്രിസ്തു ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ ആമേൻ നിങ്ങളെ സൗഖ്യമാക്കുവാൻ യേശുവിന് കഴിയും. ഹല്ലേലൂയ. അപ്പം ദൈവത്തിൻ്റെ വചനം വായിക്കും കാണുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ഹല്ലേലൂയ ആമേൻ ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായിരുന്നു. അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കോണം അവൻ നിന്ദിതനായിരുന്നു. നാം അവനെ ആദരിച്ചതുമില്ല. ശിഹായുടെ പുസ്തകം 53-ാം അധ്യായം 3-ാം വാക്യമൊക്കെ കാണുമ്പോൾ അതാണ് കാണുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ നമ്മുടെ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി എന്തെങ്കിലും മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടു, ഹല്ലേലൂയ ആമേൻ ത്യജിക്കപ്പെട്ടു, വ്യസനപാത്രമായി രോഗം ശീലിച്ചവനായിരുന്നു. അവനെ കാണുന്നവരുടെ മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായി തീർന്നു. അവനെ ആദരിച്ചതുമില്ലെന്ന് ദൈവത്തിൻ്റെ വചനം നമുക്ക് വായിക്കുമ്പോൾ കാണുന്നുണ്ട്. സ്തോത്രം. അതേപോലെ മത്തായിയുടെ സുവിശേഷത്തിലേക്ക് വരുമ്പം ഹല്ലേലൂയ പ്രവാചകൻ പറഞ്ഞ വചനം പൂർത്തീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. മത്തായിയുടെ സുവിശേഷം ഹല്ലേലൂയ 27-ാം അധ്യായം 39-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുന്നത്, കടന്നു പോകുന്നവർ തലകുലുക്കി അവനെ ദൂഷിച്ചു, മന്ദിരം പൊളിച്ചു 3 നാൾ കൊണ്ട് പണിയുന്നവനെ നിന്നെ തന്നെ രക്ഷിക്കുക, ദൈവപുത്രനെങ്കിൽ ക്രൂശിൽ നിറങ്ങിവ എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും മൂപ്പന്മാരും അവനെ പരിഹസിച്ചു എന്നുള്ളതാണ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ച് തന്നെത്താൻ രക്ഷിപ്പാൻ കഴിയുകയില്ല. ഇവൻ ഇസ്രായേലിൻ്റെ രാജാവാകുന്നുവെങ്കിൽ ഇപ്പോൾ ക്രൂശിൽ ഇറങ്ങി വരട്ടെ ആമേൻ എന്നൊക്കെ പറഞ്ഞ് യേശുവിനെ ഹല്ലേലൂയ അവർ നിന്ദിക്കുന്നതും പരിഹസിക്കുന്നതുമൊക്കെ ആമേൻ നമുക്ക് സുവിശേഷങ്ങളിൽ വായിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് പ്രവാചകൻ മുമ്പേ തന്നെ ഇത് എഴുതി വെച്ചത്. സ്തോത്രം. അത് ഇന്ന് പകൽ നമുക്ക് ആ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് വരണം. വീണ്ടും ശിഹായുടെ പുസ്തകം 53-ാം അധ്യായം 10-ാം വാക്യം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, എന്നാൽ അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി, അവന് കഷ്ടം വരുത്തി. ഹല്ലേലൂയ. അവൻ്റെ പ്രാണൻ ഒരു അകൃത്യയാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും യഹോവയുടെ ഇഷ്ടം അവൻ്റെ കൈയാൽ സാധിക്കുകയും ചെയ്യും. അതേപോലെ യേശുക്രിസ്തുവിൻ്റെ മരണം ഒരു യാദൃശ്ചികമായ മരണമല്ല. ഹല്ലേലൂയ. ഇന്നും യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തെ വിശ്വസിക്കാത്ത അനവധി ആളുകളുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തെ ചോദ്യം ചെയ്യുന്നവരുണ്ട്. യേശുക്രിസ്തുവിൻ്റെ മരണത്തെ അല്ലെങ്കിൽ ക്രൂശുമരണത്തെ ത്യജിച്ചു കളയുന്നവരുണ്ട്. ആരെന്തെല്ലാം പറഞ്ഞാലും യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണം യാഥാർത്ഥ്യമാണെന്ന് ലോകം അംഗീകരിച്ചതാണ്. ഹല്ലേലൂയ. ആ യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണം ലോകം അംഗീകരിച്ച് യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണം ഒരിക്കലും ആർക്കും മായ്ച്ചു കളയാൻ കഴിയാത്ത വിധത്തിൽ ഇന്നും ലോകത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരേ ഒരു വിഷയമാണ് യേശുക്രിസ്തു. ഹല്ലേലൂയ. അത് ലോകത്തിൽ അനവധി മഹാന്മാർ മരിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അവരുടെയൊക്കെ മരണവാർത്ത കുറച്ചു കഴിയുമ്പോൾ മനുഷ്യൻ മറന്നു പോകും. ഹല്ലേലൂയ. പിന്നെ അത് ചില സമയങ്ങളിൽ മാത്രമാണ് അതിനെക്കുറിച്ച് ഓർക്കുന്നത്. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തെക്കുറിച്ച് ഹല്ലേലൂയ അങ്ങനെ മനുഷ്യൻ മറന്നു പോകുന്നില്ല. മനുഷ്യൻ്റെ ജീവിതം ഉള്ളത്തോളം കാലം 24 മണിക്കൂറും ഹല്ലേലൂയ യേശുവിൻ്റെ ക്രൂശുമരണത്തെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കും. ലോകം മുഴുവൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഹല്ലേലൂയ. അതേപോലെ യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിലൂടെ നമുക്ക് ലഭിച്ച വിടുതലുകൾ ഓർക്കുമ്പോൾ ഇന്ന് പകൽ നാം ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കണം. അപ്പം ഈ യേശുക്രിസ്തുവിനെ ക്രൂശിക്കപ്പെട്ട പിതാവായി ദൈവത്തിൻ്റെ മുൻ നിർണയമാണ്. ദൈവത്തിൻ്റെ ഹിതമാണ്, ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽ യേശു മരിച്ചത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. എന്തിനാണ് യേശുക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി? ഹല്ലേലൂയ. നിങ്ങളുടെ പാപം ഹല്ലേലൂയ തീർക്കുവാൻ, നിങ്ങളുടെ പാപം മാറ്റുവാൻ, നിങ്ങളുടെ വേദനകളെ നീക്കുവാൻ, ഹല്ലേലൂയ നിങ്ങളുടെ അകൃത്യങ്ങൾ നിമിത്തം നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകുവാൻ ഹല്ലേലൂയ ആ യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിലേക്ക് അത് ഇവിടെയെല്ലാം യേശു ഹല്ലേലൂയ മൗനമായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. അതുകൊണ്ടാണ് വചനമായി തന്നെത്താൻ താഴ്ത്തി വായി തുറക്കാതിരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ട് കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്ന മുമ്പാകെ മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെയും അവൻ വായെ തുറക്കാതിരുന്നു. ഞാൻ ആദ്യമേ പറഞ്ഞു, ആടിനെ കൊല്ലുവാൻ കൊണ്ടുപോകും വലിച്ചിഴച്ച് കൊണ്ടുപോകുന്നത് പോലെ യേശുവിനെ അവർ വലിച്ചിഴച്ച് കൊണ്ടുപോയി അലറി വിളിച്ച് കരയേണ്ട സ്ഥാനത്ത് യേശു മൗനമായിരുന്നു. അത് ഇന്ന് പകരം ദൈവിക സന്നിധിയിലേക്ക് നമുക്ക് കടന്നു വരാൻ കഴിയട്ടെ. എന്നെ കേൾക്കുന്ന മാതാവി പിതാവ്, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, യേശുവിൻ്റെ ക്രൂശുമരണത്തിലേക്ക് നേർപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? താങ്കൾക്ക് വേണ്ടിയിട്ടാണ് യേശു മരിച്ചത്. താങ്കൾക്ക് വേണ്ടിയിട്ടാണ് യേശു ക്രൂശിൽ ആ യാഗമായി തീർന്നത്. താങ്കളുടെ അകത്യങ്ങളെ അകത്യങ്ങൾ താങ്കളെ വെടിവിക്കാൻ വേണ്ടിയിട്ടാണ്, താങ്കളുടെ ശാപം മാറ്റാൻ വേണ്ടിയിട്ടാണ്, താങ്കൾക്ക് സമാധാനം തരാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് പകൽ വിശ്വസിക്കുന്ന സഹോദര സഹോദരി, ആ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് മടങ്ങി വരുന്നെങ്കിൽ ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ഏത് പ്രതിസന്ധിയായാലും അതിന് പരിഹാരം നൽകുവാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന സ്തോത്രം പറഞ്ഞാട്ട്. അതേപോലെ നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുന്ന സംസ്ഥാനങ്ങൾ മധ്യപ്രദേശാണ്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഹല്ലേലൂയ നാം ദൈവത്തിൻ്റെ വചനം വായിച്ചിട്ട് ഹല്ലേലൂയ നാം ഓരോ സംസ്ഥാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു വരികയാണ്. ഇന്ന് പകൽ
നമ്മൾ മധ്യപ്രദേശിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നമ്മൾ മുഴു രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കും, ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. മധ്യപ്രദേശ് എന്ന് പറയുന്നത് നമുക്ക് വായിക്കുമ്പോൾ കാണാൻ കഴിയുന്ന സ്തോത്രം വല്ലിരിക്കുക. അവിടുത്തെ ജനസംഖ്യ എന്ന് പറയുന്നത് 8,50,2,417 അതിൽ പുരുഷന്മാരുടെ എണ്ണം 4,40,19,895 സ്ത്രീകളുടെ എണ്ണം 4,89,522 അതാണ് സ്ത്രീ പുരുഷ അവിടുത്തെ കണക്കുകൾ എന്ന് പറയുന്നത്. എണ്ണത്തിൽപ്പെടാത്ത അനവധി ആളുകളുണ്ട്, തലമുറകൾ വേറെയുണ്ട്. സ്തോത്രം. അവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നു. 29 ലോകസഭ അല്ലിയ മണ്ഡലങ്ങളും 11 രാജ്യസഭാ സീറ്റുകളുമുണ്ട്. 230 നിയമസഭാ മണ്ഡലങ്ങളാണ്. 1/11/1956 അല്ലിയ മധ്യപ്രദേശ് നിലവിൽ വരുന്നത്. ജില്ലകൾ 48 തലസ്ഥാനം എന്ന് പറയുന്നത് ഭോപ്പാലാണ്. ഭാഷ ഹിന്ദിയാണ്. സാക്ഷരത നിരക്കെന്ന് പറയുന്നത് 70.63%. അതേപോലെ സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ, സ്വസ്ഥമില്ലാതെ, എന്നും പ്രശ്നങ്ങൾ കൊണ്ട് അത് നിറയപ്പെട്ട് നിൽക്കുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ പരസ്പരം സ്നേഹിക്കാൻ കഴിയാതെ എന്നും മനുഷ്യൻ്റെ അരാജകത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇന്ന് പകൽ നമുക്ക് മധ്യപ്രദേശിന് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയട്ടെ. അവിടുത്തെ ജനത്തിൻ്റെ വിടുതലിന്, അവിടുത്തെ സംസ്ഥാനത്തിൻ്റെ വിടുതലിന് വേണ്ടി ഒന്നിച്ച് പ്രാർത്ഥിക്കാം. അവിടുത്തെ ഭരണാധിപന്മാരെ, മുഖ്യമന്ത്രി, അവിടുത്തെ ഗവർണറെ, കളക്ടർമാരെ, പോലീസ് അധികാരികളെ, അവിടുത്തെ ജുഡീഷ്യറി ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കും. വിവിധ തലങ്ങളിലായിരിക്കും ജനത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ അതേസമയം നിങ്ങളുടെ ജീവിതത്തിലും ആ അനുഭവം വരട്ടെ. മധ്യപ്രദേശിലെ ജനത്തിൻ്റെ പാപത്തെ ക്ഷമിക്കുവാൻ, അവർക്ക് സമാധാനം കൊടുക്കുവാൻ, അല്ലെങ്കിൽ അവരുടെ അകൃത്യങ്ങളെ പരിഹരിക്കുവാൻ, ശാപങ്ങളെ നീക്കുവാൻ, അവരുടെ രോഗങ്ങളെ മാറ്റുവാൻ യേശുക്രിസ്തുവിന് മാത്രമേ കഴിയുള്ളൂ. ഹല്ലേലൂയ. ഈ ഉലകത്തിൽ ഒരു മനുഷ്യന് വേണ്ടി ക്രൂശിൽ മരിച്ചവൻ ഒരുവനുണ്ടെങ്കിൽ, ക്രൂശിലെ മരണത്തോടെ രക്ഷ നമുക്ക് നൽകിയ, നിത്യജീവൻ നൽകിയ ഒരുവനുണ്ടെങ്കിൽ അത് യേശുക്രിസ്തു മാത്രമാണ്. അതോടുകൂടി നമുക്ക് ആ ക്രൂശിലേക്ക് മടങ്ങി വരാം. ഹല്ലേലൂയ. ഒന്നിച്ച് നമുക്ക് മധ്യപ്രദേശിന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഞങ്ങൾ മധ്യപ്രദേശിനെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. മധ്യപ്രദേശിലെ കർത്താവ് 8 കോടി ഹല്ലേലൂയ 50,02,417 സ്ത്രീ പുരുഷന്മാരെ ഞങ്ങൾ ദൈവവരങ്ങൾ ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് അവർ നല്ല മാതാപിതാക്കളായി, നല്ല സഹോദരി സഹോദരന്മാരായി, നല്ല ഭാര്യ ഭർത്താക്കന്മാരായി, കർത്താവ് നല്ല സഹോദരങ്ങളായി പാർക്കുവാൻ അവർക്ക് കുറവ് കൊടുക്കണമേ. മദ്യവും മയക്കുമരുന്നും അധാർമ്മികയും അശുദ്ധിയും വ്യഭിചാരവും പരസംഗവും ഹല്ലേലൂയ അന്ധകാരത്തിനും കിടക്കുന്ന ജീവിതങ്ങൾ കർത്താവിൽ ജനം മടങ്ങിയൊന്ന് മാനസാന്തരപ്പെടാൻ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് സമൂഹത്തിൽ കർത്താവിൽ നടക്കുന്ന സകല കർത്താവി അക്രമങ്ങളുടെ പിന്നിൽ കർത്താവി മനുഷ്യനെ പിശാച് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ നടുവിൽ ഹല്ലേലൂയ മനുഷ്യൻ അകപ്പെട്ടു പോകാതെ ഹല്ലേലൂയ ജനം പുറത്തു വരണ്ടായി പ്രാർത്ഥിക്കുകയാണ്. ഓരോ ദിവസവും ക്രിമിനൽ പശ്ചാത്തലം ഉയർന്നുകൂടി വലിയ കുറ്റവാളികളായി മാറുന്ന ഹല്ലേലൂയ അതിൻ്റെ നടുവിലെടുത്ത് സ്ത്രീ പുരുഷന്മാർക്ക് മാനസാന്തരം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അവർ ദൈവസേന കടന്നു താഴ്ന്നു തിരിച്ച് കർത്താവായി യേശുക്രിസ്തുവിന്റെ ജീവിതം അർപ്പിക്കുവാൻ മധ്യപ്രദേശിലെ ജനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തലമുറകൾ കർത്താവി മദ്യത്തിനും മയക്കുവിനും പാൻമസാലകൾക്ക് അകപ്പെട്ട് നിയമങ്ങൾക്കെതിരെ വെല്ലുവിളിച്ച് നിയമങ്ങളെ അനുസരിക്കാതെ ഹല്ലേലൂയ നിയമത്തിന് വിധേയപ്പെടാതെ കർത്താവിൽ കടന്നു പോകുന്ന അനുഭവങ്ങൾ, ക്രിമിനലുകളാകുന്ന അനുഭവങ്ങൾ, കേസുകളായി കോടതിയായി കർത്താവി ജയിലുകൾ അടയ്ക്കപ്പെടുന്നു. ഹല്ലേലൂയ. പലരുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടാൻ കഴിയാതെ കർത്താവി ഹല്ലേലൂയ അവർ തകർന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ നടുവിൽ യൗവനക്കാരെ ദൈവം സൂക്ഷിക്കുന്നതായി, തലമുറകളെ ദൈവം സൂക്ഷിക്കുന്നതിനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. കണക്കപ്പെടാത്ത അനേകം ആളുകൾ ഹല്ലേലൂയ അവരെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുക. ആശുപത്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവി സ്തോത്രം. ജാലപ്പരും വൃത്തകളെയും അശരണയോർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓർഫനേജിൽ വോൾട്ടേജുകളിലായിരിക്കുന്ന ജനത്തിനായി പ്രാർത്ഥിക്കാൻ, ജുബിലി ഹോമിലായിരിക്കുന്നവർക്കായി, ജയിലറെ കിടക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കാൻ, സകല മേഖലയിലായിരിക്കും ജനത്തെ അനുഗ്രഹിക്കണമേ. മധ്യപ്രദേശിന്റെ മുഖ്യമന്ത്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവി സ്തോത്രം. ഹല്ലേലൂയ. അവിടുത്തെ കർത്താവി 230 MLA-മാരെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. അവിടുത്തെ കർത്താവി രാജ്യസഭ, ലോകസഭ MP-മാർ 40 പേരെ ഞങ്ങൾ ദൈവരങ്ങൾ ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ. അവിടുത്തെ കർത്താവി 48 ജില്ലാ കളക്ടർമാർ, സബ് കളക്ടർമാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ മേഖലയിലും ദൈവത്തിനേക്കാൾ പ്രവർത്തിപ്പാൻ അടയാകണമേ. അല്ലെങ്കിൽ സമാധാനം കൊണ്ട് നിറയണമേ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവി സംസ്ഥാനത്തിൻ്റെ കർത്താവി ഹല്ലേലൂയ കർത്താവി സംസ്ഥാനത്തിൽ ദൈവിക സമാധാനം, സന്തോഷം നിലനിൽക്കുവാൻ യേശുവിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കുന്നത്. പോലീസ് അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കർത്താവി സ്തോത്രം. പോലീസിൻ്റെ വിവിധ സേനകളെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. അവിടുത്തെ ജുഡീഷ്യറിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. അവിടുത്തെ ഗവർണർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ മേഖലയിലും ദൈവത്തിൻ്റെ കരം ചെരിപ്പാടിയാകണം. കർത്താവ് വിവിധ ജോലി മാർഗങ്ങളായിരിക്കുന്ന കർഷകരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവിധ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ് ജീവനക്കാര്യങ്ങൾ ഓർത്ത് എല്ലാ മേഖലയിലും ആയിരിക്കുന്ന സകലരും വീഴും ദൈവത്തിൻ്റെ നീതി വെളിപ്പെടണമേ. മധ്യപ്രദേശ് അനുഗ്രഹിക്കപ്പെടട്ടെ. മധ്യപ്രദേശ് ശാപങ്ങൾ മാറിപ്പോകട്ടെ. മധ്യപ്രദേശ് ജനത്തിൻ്റെ പാപങ്ങൾക്ക് വേണ്ടി കുരിശ് യാഗമായി തീർന്ന യേശുക്രിസ്തുവിന്റെ സ്നേഹം അവിടുത്തെയുള്ള എല്ലാ കുടുംബങ്ങളിലേക്കും നിറയപ്പെടഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. അതിക്രമങ്ങൾ നിമിത്തം കർത്താവി തകർന്നിരിക്കുന്ന ജീവിതങ്ങളെ അവർ ദൈവമേ കർത്താവ് യേശുവിലേക്ക് കടന്നുകൊണ്ട് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ രക്തത്താൽ കഴുകപ്പെട്ട് ശുദ്ധീകരണം പ്രാപിപ്പാൻ യേശുവിൻ്റെ
കരങ്ങൾ ഏൽപ്പിക്കുന്നു. അങ്ങയുടെ വരവീട്ട് മാസനമാരി ഒരു കൂട്ടം ജനത്തിൻ്റെ പേര് കൂടെ ജീവൻ്റെ പുസ്തകത്തിൽ എഴുതി ചേരുവാൻ അവർ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ ഞങ്ങൾ ദൈവകരങ്ങൾ ഏൽപ്പിക്കുകയാണ്. കർത്താവ് മധ്യപ്രദേശ് സമാധാനം കൊടുക്കണം. ഭാരതത്തിൽ പ്രാർത്ഥിക്കണം. പ്രധാനമന്ത്രിക്ക് വേണ്ടി മുഖ്യ അല്ലുരിയ. അവിടെ കർത്താവ് പ്രസിഡന്റിന് വേണ്ടി ഉപരാഷ്ട്രപതിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നല്ലുരിയ. കർത്താവ് ക്യാബിനറ്റും ക്യാബിനറ്റും സഹമന്ത്രിമാരോട് പ്രാർത്ഥിക്കുന്നു. രാജ്യസഭ ലോക്സഭ എപിമാരോട് പ്രാർത്ഥിക്കുകയാണ്. രാജ്യസഭ ലോക്സഭ നിയമസഭ സ്പീക്കർമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നല്ലുരിയ. കർത്താവ് ഞങ്ങളുടെ വിദേശകാര്യ വകുപ്പിനായി പ്രതിരോധ വകുപ്പിനായി പ്രാർത്ഥിക്കുന്നു. കരസേന, വ്യോമസേന, നാവികസേന മേധാവികളോട് അതിർത്തികൾ കാക്കുന്നത് BSFനായി പ്രാർത്ഥിക്കുന്നു. CRPFനായി പ്രാർത്ഥിക്കുന്നു. വിവിധ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ചീഫ് സെക്രട്ടറിമാരോട് പ്രാർത്ഥിക്കുന്നു. വിവിധ ഓഫീസിൻ്റെ കർത്താവ് ജോലികൾ ചെയ്യുന്ന കർത്താവ് പേഴ്സൺ സ്റ്റാഫുകൾ, പ്രൈവറ്റ് സെക്രട്ടറിമാരെ, തന്ത്രന്മാർ, നിയമ ഉപദേശന്മാരെ, IAS, ISF, IPS രംഗത്ത് നിൽക്കുന്ന എല്ലാ പ്രിയപ്പെട്ടതിനും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിദേശ രാജ്യ അംബാസഡർമാരോട് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരുടെ പേരും ദൈവ സാന്നിധ്യം വഹിക്കണമേ. അല്ലെങ്കിൽ കർത്താവ് ജുഡീഷ്യറിയുടെ പ്രാർത്ഥന, സുപ്രീം കോടതി, ഹൈക്കോടതി, സെഷൻസ്, മുനിസിപ്പൽ, ഫസ്റ്റ് ക്ലാസ് കോടതികൾ, കോടതികൾക്കായി കുടുംബ കോടതികൾക്കായി പ്രാർത്ഥിക്കുന്ന എല്ലാ കർത്താവ് CBI അധിക കോടതികൾ ചീഫ് ജസ്റ്റിസ് അടക്കമുള്ള എല്ലാ ജഡ്ജിമാരെ, അഭിഭാഷകന്മാർ, അഡ്വക്കേറ്റ് ജനറൽമാരെ, കർത്താവ് യോടെ എല്ലാ ജീവനക്കാരുടെ പേരിൽ ദൈവ സാന്നിധ്യമായി പ്രാർത്ഥിക്കുന്നു. കേന്ദ്ര സംസ്ഥാന ആഭ്യന്തരമന്ത്രിക്ക് വേണ്ടി ആഭ്യന്തര സെക്രട്ടറി, പോലീസ് അധികാരികൾ, വിവിധ സേനകൾക്കായി, എക്സൈസ് വകുപ്പിനായി, മോട്ടോർ വകുപ്പിനായി, കർത്താവ് ഫോറസ്റ്റ് വകുപ്പിനായി പ്രാർത്ഥിക്കാം. എല്ലാ മേഖലയിലും ദൈവം പ്രവർത്തിക്കണമേ. രഹസ്യാന്വേഷണ ഭാഗമായി CBI, കർത്താവ്, ക്രൈംബ്രാഞ്ച്, ഇന്റർപോൾ രംഗം നിൽക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരും അനുഗ്രഹിക്കണമായി അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനായി, ന്യൂനപക്ഷ കമ്മീഷൻ, വനിതാ കമ്മീഷൻ, വിവിധ കമ്മീഷൻ, മനുഷ്യാവകാശ കമ്മീഷൻ, വിവിധ വകുപ്പുകൾ കമ്മീഷന്മാർ, വിവിധ കമ്പനി സെക്രട്ടറിമാർ എല്ലാവരോടും പ്രാർത്ഥിക്കുന്നു. സെക്രട്ടറി അക്കൗണ്ടന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എസറ്റ് ഓഫീസർമാരോട് പ്രാർത്ഥിക്കുന്നു. എല്ലാ മേഖലയിലും ദൈവത്തിൻ്റെ കാര്യം പ്രവർത്തിക്കുന്ന 29 സംസ്ഥാന മുഖ്യമന്ത്രിമാർ, MLAമാർ, ഗവർണർമാർ, കളക്ടർമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വില്ലേജ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, ബ്ലോക്ക്, താലൂക്ക്, ജില്ലാ ഭരണകൂടത്തെ എല്ലാം ഞങ്ങൾ ഒരിക്കലും ഓർക്കണം. എല്ലാ മേഖലയിലും ദൈവത്തിൻ്റെ കാര്യം ചരിപ്പാടിയാകണമേ. സാമൂഹിക സാംസ്കാരിക സംഘടന നേതാക്കന്മാർക്ക് വേണ്ടി മത നേതാക്കന്മാർ, ഭരണപ്രദേശ രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി ഇവർക്കെല്ലാം മാനസാന്തരം കൊടുക്കണമായി പ്രാർത്ഥിക്കുന്നു. ചാരിറ്റി വർക്ക് ചെയ്യുന്നവർക്കായി, പത്രപ്രവർത്തന ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിവിധ സാമൂഹിക വർക്കുകൾ പ്രാർത്ഥിക്കുക. ചരിത്ര മാധ്യമ രംഗങ്ങൾ നിൽക്കുന്നവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുക. എല്ലാ മേഖലയിലും ഒരു ശുദ്ധീകരണം നടക്കുവാൻ ഞങ്ങൾ ദൈവം ഏൽപ്പിക്കണം. അഴിമതി കൊണ്ട്, അക്രമങ്ങൾ കരിച്ചതുകൊണ്ട്, കർത്താവ് അക്രമം പീഡനം കൊണ്ട് രാജ്യം നിറയപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ കണ്ട് രാജ്യത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രാജ്യത്തിൻ്റെ സ്വസ്ഥതയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. 10,000 കെട്ടിക്കിടക്കുന്ന കേസുകളെല്ലാം കോടതി കർത്താവ് എത്രയും പെട്ടെന്ന് തീർപ്പ് കൽപ്പിക്കാനുള്ള കർത്താവ് ജനസ്വാതന്ത്ര്യമായി സ്വതന്ത്രമാർ വഴി പ്രാർത്ഥിക്കുന്നു. അക്രമം വിട്ട് മടങ്ങിവരട്ട് മദ്യവും മയക്കുമരുന്നും മനസ്സ് ലഹരി പദാർത്ഥങ്ങൾ, ചൂതാട്ടങ്ങൾ, എല്ലാ വാണിഭങ്ങളും, പ്രൊട്ടക്ഷങ്ങളും, മുട്ടാസങ്ങളും, ആവേശങ്ങളും, ഭൂമായുള്ള ബ്ലേഡും ആവികൾ എല്ലാം അക്രമങ്ങൾ, അനാചാരങ്ങൾ എല്ലാം വർദ്ധിച്ചു വരുമ്പോൾ വർഗീയതയും കലാപങ്ങളും കർത്താവ് തീവ്രവാദങ്ങൾ, ഭീകരവാദങ്ങൾ എല്ലാം രാജ്യത്ത് ലോക രാജ്യങ്ങളിൽ പെരുകുമ്പോൾ അതിന് നടുവിൽ കർത്താവ് ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അല്ലേലിയ സ്തോത്രം. അല്ലേലിയ കർത്താവിയുടെ 7 വൻകരയോട് പ്രാർത്ഥിക്കുക. ലോകരാജ്യങ്ങൾ എല്ലുലിയ, തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക, യൂറോപ്യൻ രാജ്യങ്ങൾ, ആഫ്രിക്ക, ഓസ്ട്രേലിയ രാജ്യങ്ങൾ, അന്റാർട്ടിക്ക രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അല്ലേലിയ എല്ലാ മേഖലയും ദൈവം ഓസ്ട്രേലിയൻ രാജ്യങ്ങൾ എല്ലാം അത്ഭുതം ചെയ്യണമേ പ്രാർത്ഥിക്കുന്നു. രാഷ്ട്ര തലവന്മാർ, രാജാക്കന്മാർ, രാജ്യമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവികളെ എല്ലാവരെയും ദൈവം ഏൽപ്പിക്കുന്ന, ദ്വീപുകൾ ഭരിക്കുന്നു, ഗോത്ര വിഭാഗങ്ങളെ ഭരിക്കുന്നവരെ ഇവരെങ്കിലും ഏൽപ്പിക്കുന്നു. വിദേശ പൗരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിദേശ രാജ്യം ജോലി ചെയ്തവർക്കായി പഠിക്കുന്നവർക്കായി സ്വതന്ത്രം നല്ലൊരു വിവിധ കമ്പനികൾ ചെയ്തവരോട് എല്ലാ മേഖലയിലും അത്ഭുതം ചെയ്യണമേ. റെയിൽവേ വകുപ്പിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് കായിക മേഖലയിൽ പ്രാർത്ഥിക്കും. കാർഷിക വകുപ്പിനായി ടൂറിസം മേഖലയോട് പ്രാർത്ഥിക്കുന്നു. വ്യവസായ വകുപ്പിനായി വാണിജ്യ വകുപ്പിനോട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് സ്തോത്രം. വല്ലുരിയ കർത്താവ് സ്തോത്രം. എല്ലാ മേഖലയിൽ ദൈവത്തിൻ്റെ കരം ചരിപ്പാട്ടിയാകണം. കർത്താവ് കരയിലും കടലും ആകാശമാർഗം വാഹനം ഓടിക്കുന്നവർ, യാത്ര ചെയ്യുന്നവരല്ലേ ഓർക്കുന്നല്ലേ. എൻ്റെ നിർമ്മാതാക്കളോട് പ്രാർത്ഥിക്കും. വിൽപ്പനക്കാരിയോട് പ്രാർത്ഥിക്കുന്നു. എയർപോർട്ട് ജീവനക്കാർക്കായി കസ്റ്റമർ ഓഫീസർമാരോട് പ്രാർത്ഥിക്കുന്നു. എയർപോർട്ടിനോട് പ്രാർത്ഥിക്കും. എല്ലാ മേഖലയിൽ ദൈവം അത്ഭുതമാണ്. കാർഷിക മേഖലയോട് പ്രാർത്ഥിക്കുകയാണ്. ഇന്ത്യയുടെ കർത്താവ് പകുതിയിലേറെ പേരും കാർഷിക മേഖലയിൽ ജോലി ചെയ്യുന്ന കർഷകരും അവരുടെ കർത്താവ് പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാകുന്നു. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ട്രേഡ് യൂണിയൻ രംഗത്ത് വർക്ക് ചെയ്യുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. ഇത് കൺസ്ട്രക്ഷൻ മേഖലയിൽ പണി ചെയ്യുന്നവരോട് പ്രാർത്ഥിക്കണം. എല്ലാ മേഖലയിലും കർത്താവിൻ്റെ കാര്യം പ്രവർത്തിക്കണമേ. കർത്താവ് സകലജനം ദൈവത്തിലേക്ക് മടങ്ങി വരട്ടെ. മദ്യരൂപികളെ, മയക്കുമരുന്നുകളെ, പാൻമസാലകൾ കർത്താവ് ഇട്ടിരിക്കുന്നവരെ ദൈവം സന്ദർശിക്കണമേ. ജനത്തെ തലമുറയെ നഷ്ടപ്പെടുത്തുന്ന കർത്താവ് അനുഭവത്തിനായി വിടിവിക്കുന്നതായി പ്രാർത്ഥിക്കുന്നു. കേരളത്തിന് ലോകരാജ്യങ്ങളിൽ സമാധാനത്താൽ നിറയപ്പെടുന്നതായി പ്രാർത്ഥിക്കണം. മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരമായി കുരിശിലെ മരണം മരിച്ച് യേശുക്രിസ്തുവിന്റെ കർത്താവ് ജന സമാധാനം പ്രാപിപ്പാൻ ഞങ്ങൾ ദൈവം ഏൽപ്പിക്കുന്ന അനേക കുടുംബങ്ങൾ ഛിന്ന ഭിന്നമായി ഇരിക്കുന്ന കർത്താവിൻ്റെ നടുവിൽ ദൈവം പ്രവർത്തിക്കണമേ. അപകടങ്ങളും
കർത്താവ് അനർത്ഥങ്ങൾ കൂടെ പെരുകിക്കൊണ്ടിരിക്കുന്നതിൻ്റെ നടുവിൽ ദൈവസാന്നിധ്യമാണ് കേരളത്തിൽ ലോകരാജ്യങ്ങൾ ഐക്യങ്ങൾ ദൈവരങ്ങൾ ഏൽപ്പിക്കുകയാണ്. സകലത്തിൽ വലിയ ദൈവത്തിൻ്റെ നീതി കൊടുക്കണം. പ്രത്യേകിച്ച് കർത്താവ് മധ്യപ്രദേശിനെ വിടിവിക്കണമേ. അവിടുത്തെ ജനത്തെ വിടിവിക്കാൻ സമാധാനം കൊടുക്കണം. ഇതുപോലെ വചനം കേട്ട ഓരോ കുടുംബങ്ങളിലും ഓരോ വ്യക്തി ജീവിതങ്ങളിലും ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവേണ്ടതാണ്. അവിടെ പാപം ക്ഷമിച്ച് രോഗത്തെ മാറ്റിയത്, ശാപത്തെ നീക്കി എഴുതിയ അതിക്രമങ്ങളെ നീക്കി കർത്താവ് ദൈവിക സമാധാനത്തോടെ കൊടുക്കുവാൻ, കുടുംബങ്ങളിൽ പകരുവാൻ നിങ്ങൾ ദൈവരങ്ങൾ ഏൽപ്പിക്കുന്ന വിവിധ കഷ്ടത്തിൽ കടന്നു പോകുന്ന എല്ലാ പ്രിയ ആശ്വാസം കൊടുക്കണം. യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. പ്രൈസ് ദി ലോർഡ്.